പ്രിയമുള്ള എൻ്റെ താനൂരിലെ നല്ലവരായ ജനങ്ങളും അധികാരികളും ജനപ്രതിനിധികളും എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഈ കാണുന്ന ഡ്രെയിനേജ് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ആഴമേറിയ ഈ ഡ്രെയിനേജ് താനൂർ മുനിസിപ്പാലിറ്റിയിലെ 34-ാം ഡിവിഷൻ ബ്ലോക്ക് ജംഗ്ഷന് പടിഞ്ഞാറ് വശവും ബ്ലോക്ക് പാലത്തിന് കിഴക്ക് വശവും സ്ഥിതി ചെയ്യുന്ന ആഴമേറിയ ഈ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡ്രെയിനേജാണ് ഈ കാണുന്നത്. ഇതിലേക്ക് ആളുകൾ വീഴും എന്ന് നിരവധി തവണ അധികാരികളെ ബോധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ താനൂർ ഡെവലപ്മെന്റ് ഫോറം എന്ന ഗ്രൂപ്പ് വഴി നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിച്ചിട്ടുള്ള വിഷയമാണ് ഈ കാണുന്ന ഈ ഡ്രെയിനേജ്. അപകടാവസ്ഥയിലാണ് എന്ന് പറയുന്ന ഡ്രെയിനേജ്. നമ്മുടെ അധികാരികൾ താനൂർ മുനിസിപ്പാലിറ്റി, ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട MLA, താനൂർ നിയോജക മണ്ഡലം MLA എന്നീ അധികാരികളിലേക്ക് നമ്മുടെ ഈ ആഴമേറിയ ഈ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡ്രെയിനേജിനെ സംബന്ധിച്ച് ഇത് മൂടണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ ഈ അധികാരികളിലേക്ക് എത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അവരെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പോലും ഇതിന് ഈ ഡ്രെയിനേജ് മൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരു അധികാരിയും വന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. ഇത് ആരുടെ വിഷയം തന്നെ ആയിരുന്നാലും ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് എന്ന ഉത്തമ ബോധ്യം നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ ആരുടെ വിഷയം തന്നെ, ഇതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൻ്റെതാണെങ്കിലും കൂടിയിട്ട് ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കേണ്ടത് നമ്മളെ പോലെയുള്ള ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇവിടെ താനൂരിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഇനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഡ്രെയിനേജുകളും, നിലവിൽ ഉള്ളതും ഇനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ ഡ്രെയിനേജുകളും ഇത് മൂടുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഡ്രെയിനേജ് അപകടാവസ്ഥയിലാണ്. ഇതിലേക്ക് ആളുകൾ വീഴും എന്ന് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനിടയിലാണ് ഒരു കുട്ടി വന്ന് വീഴുന്നതും അതിനുശേഷം ഒരു 1-2 മാസത്തിന് ശേഷം ഒരു വ്യക്തി ഒരു സ്കൂട്ടറിൽ വന്ന് വീഴുന്നതും ഒക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. നിർഭാഗ്യവശാൽ ഇത് സംഭവിക്കുകയും ചെയ്തു. താനൂരിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഈ താനൂരിലെ ഭരണകർത്താക്കളോട് ഒരു അപേക്ഷയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ നോക്കരുത്. ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആരാണ് എന്നുള്ളതല്ല ഇവിടെ വിഷയം. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് വിഷയം. ഇത്തരം അപകടകരമായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ, ഇവിടുത്തെ താനൂരിൽ ജീവിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതിന് മുൻഗണന നൽകിക്കൊണ്ട് ഓരോ ഇടപെടലുകളും നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്ന് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട് എന്നും സുന്ദരമാവട്ടെ, നമ്മുടെ നാട് എന്നും സുരക്ഷിതമാവട്ടെ, നമ്മുടെ നാട് എന്നും മനോഹരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങി നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ നാടിനെ സുന്ദരമാക്കാൻ നമ്മുടെ താനൂരിലെ ഓരോ ജനങ്ങളും ഇറങ്ങണമെന്നും ഇത്തരം വിഷയങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കണമെന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്.